എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിപ്പാനായി ഒരവസരം കൂടി ലഭിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു? ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരും കണ്ണുകൾ നടക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ അത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലേക്ക് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനം പഠിപ്പാൻ എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലൂടെ ഞങ്ങളെ ഒരിക്കൽ കൂടി സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. പഠിക്കുന്ന കാര്യങ്ങൾ ഏറെ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. തിരുനാമം മഹത്വമെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ വീണ്ടും എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ അധ്യായം, പുതിയ ഒരു പാഠം പഠിക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ഓരോരോ പുസ്തകങ്ങളെപ്പറ്റി പഠിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകവും രണ്ടാമത്തെ പുസ്തകവും കൂടി ഒരുമിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശമൂവേലിൻ്റെ പുസ്തകത്തെ നമുക്ക് രണ്ടായി കാണുവാൻ കഴിയുമെങ്കിലും ശമൂവേലിൻ്റെ പുസ്തകം ആദ്യ സമയങ്ങളിൽ അത് ഒറ്റ പുസ്തകമായി എഴുതിയ ഒരു ഗ്രന്ഥമായിട്ടാണ് പല വേദപണ്ഡിതന്മാരും പറയപ്പെടുന്നത്. ഇതിനെ രണ്ടായി തിരിക്കപ്പെട്ടത് പിൽക്കാലത്താണെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ ഏകദേശം 31 അധ്യായങ്ങളും ശമൂവേലിൻ്റെ രണ്ടാം പുസ്തകത്തിൽ 24 അധ്യായങ്ങൾ, അങ്ങനെ മൊത്തം കൂടി 55 അധ്യായങ്ങൾ അടങ്ങിയതാണ് ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകവും രണ്ടാം പുസ്തകവും, ഫസ്റ്റ് സാമുവേൽ ആൻഡ് സെക്കൻഡ് സാമുവേൽ. ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നു, ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥനയുടെ ശക്തിയാണ് ഒന്നാം പുസ്തകത്തിൽ ഏറ്റവും പ്രതിഫലിപ്പിക്കുന്ന ഒരു വിഷയം. അപ്പോൾ തന്നെ ഒരാൾ അവിശ്വസ്തനായാൽ വിശ്വസ്തതയുള്ള ദൈവം വിശ്വസ്തന്മാരെ ചുമതല ഏൽപ്പിക്കുമെന്ന് നമുക്ക് ഒന്നാം പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, ആ പുസ്തകത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായി ശ്രമിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇസ്രായേലിൻ്റെ അവസാനത്തെ ന്യായാധിപനായ ശമൂവേലിൻ്റെ ജീവചരിത്രമാണ് ഒന്നാമത്തെ പുസ്തകത്തിൽ കാണുവാനായിട്ട് പ്രധാനമായും കഴിയുന്നത്. ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ വാഴ്ചയും അപ്പോൾ തന്നെ വീഴ്ചയും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേലിലെ അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് മഹാനായ ദാവീദ് രാജാവിൻ്റെ തിരഞ്ഞെടുപ്പും പരിശീലനവും ഒന്നാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ 3 സംഭവങ്ങളാണ് പ്രധാനമായുള്ള ഒരു ലക്ഷ്യം നമ്മളെ ഈ പുസ്തകത്തിലൂടെ കാണിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ പറയപ്പെടുന്നത് ശമൂവേൽ, നാഥാൻ, ഗാദ് എന്നീ പ്രവാചകന്മാരുടെ എഴുത്തുകളും ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമുക്കതിൻ്റെ എവിഡൻസും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. ന്യായാധിപന്മാരുടെ കാലത്ത് പുസ്തകം ആരംഭിക്കുന്നു. ദൈവഭരണത്തിൽ നിന്നും രാജഭരണത്തിലേക്കുള്ള പരിവർത്തനത്തെയും വിവരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ പുസ്തകത്തിനുള്ളത്. 1 ശമൂവേൽ മുതൽ 2 ദിനവൃത്താന്തം വരെയുള്ള പുസ്തകങ്ങളെ ഓരോ ടൈറ്റലുകൾ കൊടുത്തിട്ടുണ്ട്. 1 ശമൂവേലിന് കൊടുത്തിരിക്കുന്ന മാനുഷിക യോഗ്യതകൾക്ക് വച്ച് ദൈവം തിരഞ്ഞെടുത്ത രാജാവ് ശൗല് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. രണ്ടാമത്തെ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന ദൈവം തിരഞ്ഞെടുത്ത രാജാവ് ദാവീദിനെ നമുക്ക് രണ്ടാം പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ 1 രാജാക്കന്മാരിൽ കാണുന്നത് ശലോമോനും ഇസ്രായേലും കാണുവാൻ കഴിയുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേലിലെ രാജപരമ്പരയെപ്പറ്റി കാണുവാൻ കഴിയുന്നു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് ശലോമോനും ദേവാലയവും കാണുവാനായിട്ട് കഴിയുന്നു. 2 ദിനവൃത്താന്തത്തിൽ കാണുവാൻ കഴിയുന്നത് രാജപരമ്പരയും ദൈവാലയവും. ഇങ്ങനെയാണ് ഓരോ പുസ്തകങ്ങൾക്കും അടങ്ങിയിരിക്കുന്ന സംഭവ വികാസങ്ങൾ. 1 ശമൂവേൽ പുസ്തകത്തിൽ
അതിന് മുമ്പുണ്ടായിരുന്ന അത്രയും ഭാഗം കട്ട് ചെയ്തേരെ. ഇസ്രായേലിലെ സുദീർഘമായ ന്യായാധിപൻ അതം കട്ട് ചെയ്തേക്കണേ. 1 ശമൂവേൽ പുസ്തകത്തിൽ ഇസ്രായേലി രാജവാഴ്ചയുടെ 500 വർഷക്കാലത്തെ ചരിത്രം ഈ ഗ്രന്ഥത്തിൽ എന്താണ് ആരംഭിക്കുകയാണ്. ഈ പുസ്തകത്തിൽ തല ഉയർത്തി നിൽക്കുന്ന 3 പ്രധാന വ്യക്തികളെ ഗ്രന്ഥകാരൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 ശമൂവേൽ പുസ്തകത്തിലെ മർമ്മപ്രധാനമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പുസ്തകത്തിലെ മർമ്മപ്രധാനമായ ഒരു വാക്കെന്ന് പറയുന്നത് പരിവർത്തനം എന്നുള്ളതാണ്. ഈ പരിവർത്തനം എലിയിൽ നിന്നും ശമൂവേലിലേക്ക്, ശമൂവേലിൽ നിന്നും ശൗലിലേക്കും, ശൗലിൽ നിന്നും ദാവീദിലേക്കും, ഇങ്ങനെ 3 ഘട്ടമായിട്ട് ഈ ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിന് മർമ്മപ്രധാനമായ ഒരു അധ്യായം എന്ന് പറയുന്നത് 15-ാമത്തെ അധ്യായമാണ്. 15-ാമത്തെ അധ്യായം ഈ പുസ്തകത്തിൻ്റെ കാതലായ അധ്യായമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തെ 3ആയി നമുക്ക് തരംതിരിച്ച് നോക്കുകയാണെങ്കിൽ, 1-ാമത്തെ ഭാഗത്ത് ശമൂവേലിൻ്റെ ന്യായപാലന കാലം നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-ാമത്തെ ഭാഗത്ത് ശൗലിൻ്റെ രാജവാഴ്ച കാലം കാണുവാൻ കഴിയുന്നു. 3-ാമത്തെ ഭാഗത്ത് നിയുക്ത രാജാവായ ദാവീദിൻ്റെ പാലായന കാലങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകം എഴുതപ്പെട്ട കാലം ഏതാണെന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. 1100-1025 BC, 10-ാം നൂറ്റാണ്ട്, ആ കാലഘട്ടങ്ങളിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടതായിട്ട് പറയപ്പെടുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകത്തിൽ 3 പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1 ശമൂവേൽ, 2 ശൗല്, 3 ദാവീദ്. ഈ 3 പേരെയാണ് 1-ാം ശമൂവേൽ പുസ്തകത്തിൽ എടുത്തു കാണിച്ചിരിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പ്രധാനപ്പെട്ട വാക്യങ്ങൾ 13-ാം അധ്യായം 14-ാമത്തെ വാക്യമുണ്ട്. അതുപോലെ 15-ാം അധ്യായം 22-ാമത്തെ വാക്യമുണ്ട്. ഈ 15-ാം അധ്യായം 22-ാമത്തെ വാക്യം വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു വാക്യം കൂടിയാണ്. നിങ്ങൾ ഈ 2 വാക്യവും നിശ്ചയമായും നോട്ട് ചെയ്ത് എന്ത് ചെയ്യണം? വായിക്കുകയും പഠിക്കുകയും ബൈഹാർട്ട് ചെയ്യുവാനായിട്ട്, ഹൃദയസ്ഥമാക്കുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ മറ്റ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശമൂവേലും ശൗലും ദാവീദും അല്ലാതെ മറ്റാരൊക്കെയാണ് ഈ പുസ്തകത്തിലുള്ള ആളുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പുസ്തകത്തിൽ ഏലിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹന്നായെ കാണുവാൻ കഴിയുന്നു, അതുപോലെ യോനാഥാൻ, ഇങ്ങനെയുള്ള വ്യക്തികളെയും നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 31 അധ്യായങ്ങളാണ് 1-ാം ശമൂവേൽ പുസ്തകത്തിലുള്ളത്. ഇതിൽ 810 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 157 ചോദ്യങ്ങൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു. നിവർത്തിയായ പ്രവചനങ്ങൾ 50 എണ്ണമുണ്ട്. നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ ഒറ്റയൊരെണ്ണമേ ഈ പുസ്തകത്തിലുള്ളൂ. ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 29 എണ്ണമുണ്ട്. അപ്പോൾ തന്നെ വാഗ്ദാനങ്ങൾ 4 എണ്ണം അടങ്ങിയിരിക്കുന്നു. അതുപോലെ ആജ്ഞകൾ 117 ആജ്ഞകൾ അടങ്ങിയ ഒരു പുസ്തകം കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകത 1 ശമൂവേൽ പുസ്തകത്തിനുണ്ട്. മുന്നറിയിപ്പുകൾ 57 മുന്നറിയിപ്പുകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വേഗത്തിൽ നമ്മൾ 2 ശമൂവേൽ പുസ്തകത്തിലേക്ക് പോവുകയാണ്. 2 ശമൂവേലിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 24 അധ്യായങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. 2 ശമൂവേലിൻ്റെയും ആശയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം, ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 2 ശമൂവേലിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ആ പാഠത്തിലൂടെ, ആ ഒരു പുസ്തകത്തിലൂടെ നമ്മളെ കാണിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത ദാവീദിൻ്റെ രാജ്യത്വം, നിത്യരാജ്യത്വത്തിൻ്റെ ആരംഭം നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദിൻ്റെ വീഴ്ച, ആജീവനാന്ത ദുഃഖത്തിന് കാരണമായത് ഈ 2-ാം ശമൂവേൽ പുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. പാപം കൊലപാതകത്തിന്, കുടുംബ പ്രശ്നങ്ങൾക്കും ഇടയാക്കും എന്നുള്ളത് ഈ ഒരു 2-ാം പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. അതുപോലെ കുറേ മുന്നറിയിപ്പുകൾ, കുറേ അലേർട്ട് മെസ്സേജുകൾ ഈ 2-ാം പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിലൂടെ ഗ്രന്ഥകാരൻ
ശ്രമിച്ച ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് കാണുവാൻ കഴിയുന്നത് ദാവീദിൻ്റെ ഭരണകാലത്തെ ചരിത്രമായി രേഖപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം ഈ പുസ്തകത്തിലൂടെ കണ്ടെത്തിയതായിട്ട് അല്ലെങ്കിൽ പൂർത്തീകരിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവിക നടത്തിപ്പിന് കീഴിൽ എത്ര കാര്യക്ഷമമായി ഭരണം നടത്തുന്നു എന്ന് കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആവശ്യമായ സ്വഭാവ വിശേഷതകൾ ഏതെല്ലാമാണ് എന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഏഴാം അധ്യായത്തിൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെയും എഴുത്തുകാരൻ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ശമൂവേൽ എന്നാണ്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 29-30 വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും കഴിയുന്നത്. എന്നാൽ ചിലർ നാഥാനും ഗാദുമാണ് ഇതിൽ എഴുതിയിരിക്കുന്നതെന്നും അഭിപ്രായപ്പെടുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഭരണത്തിൽ കീഴിലുള്ള ഇസ്രായേലിൻ്റെ ഒരു രാഷ്ട്രം, ഇസ്രായേൽ രാഷ്ട്രത്തെയാണ് ഈ പുസ്തകത്തിലൂടെയുള്ള ഒരു പശ്ചാത്തലമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് 2 ശമൂവേൽ 5-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകമായ പ്രധാനപ്പെട്ട കീ വേർഡ്സ് എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിനൊരു വളരെ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന രംഗം ഈ 2-ാം ശമൂവേൽ പുസ്തകത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നേർവഴിക്ക് ജീവിപ്പാനും ഒക്കെയുള്ള ഒരു ആഹ്വാനം നൽകുന്ന ഒരു പുസ്തകം കൂടിയാണ് 2-ാം ശമൂവേൽ പുസ്തകം. നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത, നമുക്കറിയാം ശൗലിനെ പേടിച്ച് ദാവീദ് ഒരു മരണത്തെ പേടിച്ച് ഓടുന്നതായിട്ട് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിലൂടെ ദാവീദിൻ്റെ ഒട്ടനേകം വിജയങ്ങളെ, ഒത്തിരി ശത്രുക്കളെ ഛേദിച്ച് കളഞ്ഞ് വിജയം നേടുന്നത് ഈ പുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ഒത്തിരി പ്രതിസന്ധികളെ നേരിട്ട ഒരു പുസ്തകം കൂടിയാണ് ദാവീദിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകം എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് BC 10-ാം നൂറ്റാണ്ട്, BC 1011 കാലഘട്ടങ്ങളിലാണ് ഈ പുസ്തകം എഴുതിയതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ദാവീദാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന ആകർഷക കോണെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഒത്തിരിയധികം ശത്രുക്കളെ കാണുവാനായിട്ട് കഴിയുന്നു, അതുപോലെ സേനാനികളെ കാണുവാൻ കഴിയുന്നു, ഭരണം എന്താണെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പുസ്തകത്തിൻ്റെ ഒരു വിശകലനത്തേക്ക് അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഒരു സെപ്പറേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ 1 ശമൂവേൽ നിർത്തിവെച്ചിടം മുതൽ ആ ദാവീദിൻ്റെ ഒരു ചരിത്രം ആവർത്തിച്ച് വന്ന് പറയുന്ന ഒരു പുസ്തകമാണ് 2 ശമൂവേൽ എന്ന് പറയുന്നത്. ദാവീദിൻ്റെ വിജയകാലം 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ കാണാൻ കഴിയുന്നു. ദാവീദിൻ്റെ പാപം 11-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. ദാവീദിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി പിന്നീടുള്ള അങ്ങോട്ടുള്ള 12 മുതൽ 24 അധ്യായങ്ങൾ വരെ, 24-ാം അധ്യായം വരെ അത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ 3ആയി നമുക്ക് തരംതിരിച്ച് 2 ശമൂവേൽ പുസ്തകത്തെ പഠിക്കുവാനായിട്ട് കഴിയും. ഈ പുസ്തകത്തിൻ്റെ എന്തൊക്കെയാണ്, എത്ര വാക്യങ്ങൾ, എത്ര അധ്യായങ്ങൾ, എത്ര വിഷയങ്ങൾ, കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാനായിട്ട് പോവുകയാണ്. സ്ഥിതി വിവരക്കണക്കുകളാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. സത്യവേദ പുസ്തകത്തിലെ 10-ാമത്തെ പുസ്തകമാണ് 2 ശമൂവേൽ പുസ്തകം. ഇതിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 24 അധ്യായങ്ങളുണ്ട്, 695 വാക്യങ്ങളുണ്ട്, 125 ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ചരിത്രപരമായ വാക്യങ്ങൾ 679 എണ്ണമുണ്ട്. നിവൃത്തിയായ പ്രവചനങ്ങൾ 9 എണ്ണമുണ്ട്. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 7 എണ്ണമുണ്ട്. ഇനിയും ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 11 എണ്ണം ഇതിലടങ്ങിയിരിക്കുന്നു. ആജ്ഞകൾ 70 എണ്ണം അടങ്ങിയിരിക്കുന്നു. വാഗ്ദാനങ്ങൾ 13 എണ്ണം അടങ്ങിയിരിക്കുന്നു. മുന്നറിയിപ്പുകൾ 25 മുന്നറിയിപ്പുകളും 2 ശമൂവേൽ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ചത് 1 ശമൂവേൽ പുസ്തകവും 2 ശമൂവേൽ പുസ്തകവും. ഇതിൽ പ്രധാനമായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം കാണുന്നത് ശമൂവേലിൻ്റെ ജീവിതവും ശമൂവേലിൻ്റെ ഭരണകാലവും കാര്യങ്ങളും ഒക്കെയാണ്. അത് കഴിയുമ്പോൾ ശൗൽ എന്ന വ്യക്തിയെപ്പറ്റി കാണുവാൻ കഴിയുന്നു.
ശൗലിൻ്റെ വീഴ്ചയും വാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മൂന്നാമതായി കാണുവാൻ കഴിയുന്നത് ദാവീദിൻ്റെ ജീവിതമാണ്. ദാവീദ് എന്ന വ്യക്തിയെപ്പറ്റി നമ്മൾ ഒത്തിരി ഇടത്ത് വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ടുമുണ്ട്. ദാവീദ് ഒരു നല്ല ഒരു മനുഷ്യൻ, ഒരു ഭയങ്കര ദൈവഭക്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ചില ഉന്നതിയിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് പാപം ചെയ്ത് വീണ് പോയി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പാപം ചെയ്തപ്പോൾ അവൻ്റെ മരണഭയത്തെ നാം ഈ പുസ്തകങ്ങളിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഒന്ന് സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ പാപത്തെ ഏറ്റുപറയുകയും അവൻ്റെ തെറ്റുകളെ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അവനെ ദൈവം ചേർത്തുകൊണ്ടു. അവനെ യഹോവ ക്ഷമിച്ചു. അവനെ വീണ്ടും ഒരു നല്ല സ്ഥിതിയിലേക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞു. അവൻ്റെ വീഴ്ചകളെ അവൻ ആ ഒരു നിലയിൽ അധപ്പതിച്ച് പോയിരുന്നെങ്കിൽ ഒരു കാലത്തും കയറി വരുവാനോ നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തുവാനോ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. എന്നാൽ തെറ്റുകൾ ഏറ്റുപറയുകയും തെറ്റുകളെ തിരിച്ചറിയുകയും ചെയ്ത് ദൈവത്തോട് ക്ഷമ ചോദിച്ച് മുൻപോട്ട് ജീവിച്ചാൽ നിശ്ചയമായും ദൈവം എടുത്തുയർത്തും. ദൈവം തെറ്റുകളെ തിരിച്ചറിഞ്ഞ് പാപബോധമുണ്ടായാൽ ദൈവം തിരിച്ചറിഞ്ഞ് അവരെ മുൻപിലേക്ക് അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ആകയാൽ 1 ശമൂവേൽ 2 ശമൂവേൽ പുസ്തകം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ കൂടുതലായി പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടയ്ക്കാമോ? നമുക്കൊരുമിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. തിരുസന്നിധിയിലേക്ക് പിന്നെയും അടുത്തു വരുന്നു. നിൻ്റെ വചനം പഠിപ്പാനോട് ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. തിരുനാമം മഹത്വമെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കടന്നു വരാം. അതുവരെയും ദൈവം എല്ലാവരെയും സൂക്ഷിച്ചു കൊള്ളട്ടെ. ബൈ.